പോട്ടെ. മിന്നുവിനെ അവളെ വീട്ടിലാക്കി ഞാൻ വടകരക്ക് വന്നതാണ് കേട്ടോ. കബറമ്പുറത്ത് വന്നതാണ്. ഉപ്പയും ഉമ്മയും കിയൽ ജുമാ മസ്ജിദ്, അവിടെയാണ് അവരുടെ ഖബറടക്കിയത് കേട്ടോ. നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവരുടെ തെറ്റൊക്കെ പുറത്തു കൊടുക്കാൻ ദുആ ചെയ്യണം. അവരെ സ്വർഗത്തിലാക്കാൻ ദുആ ചെയ്യണം കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ടാണ് സഹർ. അവൻ്റെ വീട് ഈ പള്ളീൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവനെയും കൂടെ കൂട്ടി ഇവിടെ സിയാറത്ത് ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ പഠിച്ച പുന്നേത്ത് മാപ്പിള UP സ്കൂളിൽ വന്നതാണ്. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ മറ്റേ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ഇനി കോട്ടക്കല്ലേനോ എന്താ ഇതേ നമ്മളെ ഹെഡ്മാഷ റൂം. പണ്ട് ഇല്ല, പേര് പറയുന്നില്ല, മാഷ അടിച്ചിട്ട് നിപ്പിച്ചേ. ഇനിയല്ല വേറെ ഇപ്പം കുടുംബമായിട്ട് ജീവിക്കുന്നതായിരിക്കും. വെറുതെ കുടുംബം ഉണ്ട് ഇതാണ്ട്. അപ്പോൾ ഇവിടെ പുറത്തെല്ലാം നിപ്പിക്കല്. കനാലത്തുള്ളല്ലോ ഇവിടെ കഞ്ഞി കുടിക്കാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കല്. ഇവിടെ ഇങ്ങനെ വരിയായിട്ടിരിക്കും. നമ്മളെ കഞ്ഞി ഉണ്ടാക്കുന്ന ചേച്ചി പിന്നെ ആടേനോ കഞ്ഞി പോരാ. ഒരിക്കൽ ഞാൻ റൈസ്, നമ്മളെ ഒരു റൈസിലായിരുന്നു മുടപ്പുള്ള ഓനെ കനാലുന്തിയിട്ട് ഫുള്ള് വെള്ളത്തിലായി. അപ്പോൾ ഞാനെന്ത് ചെയ്ത് ഞാനും അങ്ങ് വെള്ളത്തിൽ ചാടി. എൻ്റെ മേത്ത് വാണ്ടിയിട്ട് എനിക്ക് അടി കിട്ടണമല്ലോ. രണ്ടാളെയും കൂടി ആടുന്ന കുളിപ്പിച്ചേ കിണറ്റിൻ്റെ വീട്ടിൽ. ഷോ നൊസ്റ്റാൾജിയ എന്നെല്ലാം പറഞ്ഞാൽ ഇതേ നമ്മളെ ക്ലാസ് 7ാം ക്ലാസ് ആടേനു ലാസ്റ്റ്. ഇപ്പം ഇത് ഉപയോഗം ഇല്ല അല്ലേ? അപ്പോൾ ഇത് സഹർ. അപ്പോൾ ഓനെ എല്ലാവരും വിളിക്കുന്ന പേരൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ ഓനൊരു നാട്ടിലൊരു ഇതായത് കൊണ്ട് കാലംപള്ളിച്ചാല് എന്ന് പറഞ്ഞൊരു പ്രമാണിയാണ് അവൻ അല്ലേ? അപ്പോൾ ഇപ്പം ബഹ്റൈനിലാണുള്ളത്. അപ്പോൾ നമ്മളെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാട്ടോ, ചെറുപ്പം മുതലേ ഉള്ള. ഇപ്പം പലരും ഗൾഫിലെല്ലായിപ്പോയി, കുറച്ച് ആൾക്കാരെ നാട്ടിലല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവരെല്ലാം ഒന്ന് കാണും. എന്ത് തന്നെ പറഞ്ഞാലും നാട് തന്നെയാണ്. ഇപ്പം നമ്മൾ എവിടെയൊക്കെ പോയാലും ഇവിടെ വരുമ്പോൾ ഒരു ഫീലിങ്ങാണ്. ഇൻഷാ അല്ലാഹ് വൺ ഡേ ഒരു 5 സെൻറ്റ് സ്ഥലവുമായിട്ട് ഇങ്ങോട്ട് വരണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. മിന്നുവിന് ഇവിടെ ഇഷ്ടമാണ് ഇങ്ങോട്ട് വരുന്നതിന് ഒരു ദിവസം അല്ലേ. നമ്മളെ പണ്ടത്തെ അവൽക്കാൻ്റെ പീടിയല്ല അങ്ങോട്ടേനു. ഇതേ നമ്മളെ 1ാം ക്ലാസ് ഇതേനു. ഇവിടെ ഒരു കമ്പ്യൂട്ടർ റൂമൊക്കെ ഇല്ലേനു ആദ്യം. കമ്പ്യൂട്ടർ ഇവിടെയാണ് കേട്ടോ മറ്റേ കഞ്ഞി ഉണ്ടാക്കുന്ന സ്ഥലം. നൊസ്റ്റാൾജിയ ഗ്രൗണ്ട്. യൂട്യൂബിൽ വരും. ഈ ഒരു ഇടവഴി കൂടിയാണ് നമ്മൾ സ്കൂളിലേക്ക് പോകൽ കേട്ടോ. അതൊക്കെ ഓരോ ഓർമ്മകളാണ്. സിയാറത്ത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മളെ മാണിക്കോത്ത് ജുമാ മസ്ജിദിൽ ഇന്ന് ഇഫ്താറാണ്. അവിടെ എപ്പോൾ നോമ്പോറക്ക് മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സുകളൊക്കെ ഒറ്റയടിക്ക് എല്ലാവരെയും ഒരുമിച്ച് കാണാം. ഇതൊക്കെ നമ്മളെ നാട്ടിലെ കൂട്ടുകാരാണ് കേട്ടോ. അപ്പോൾ പള്ളീൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നതിന് നോമ്പ് തുറ. ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടുകാരെ മൊത്തം കാണാൻ പറ്റും. അതാണ് നമ്മൾ കുറേ കമ്പനിക്കാരൊക്കെ നാട്ടിലുണ്ട് ഇപ്പോൾ. അപ്പോൾ എല്ലാവരെയും ഒന്ന് കണ്ട് ഒരു ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കുക. വ്ളോഗിൽ വരും. എന്നെ സംസാര ബ്ലോഗിൽ വരുവേ. ഇത് ഉടുമ്പ് റിയാസ്, ഇത് ബട്ട അജിനാസ്, ഇത് പാച്ചൻ സാർ, മറ്റേ കൊള്ളുമ്മക്കാരി മറൂഫ്. ഇതെല്ലാം കേട്ടോ ഇവരുടെ തിരുപ്പേര്. എൻ്റെ തിരുപ്പേരുണ്ട്, മിക്കവാറും അവരത് കമൻറ്റ് പറയും. പിന്നെ ഷബീറിനൊരു തിരുപ്പേരുണ്ട്, അതിപ്പോൾ സഭയെന്ന് പറയാനാകത്തോണ്ട് പറയാനില്ല. കൈപത്തിയത് ഷക്കീർ. പിന്നെ ഇതെല്ലാം കൈപത്തിയൊക്കെ അപ്പുറത്തുള്ള സിറ. അടുത്തതായി ഉടുമ്പിൻ്റെ അബറ റിയാസ് എന്നാ എനിക്ക് പറയാനുള്ളത്. ഇതാണ് നമ്മളെ തേണ അല്ലേ. തേണ ചെറുതായി പോയെങ്കിലും ഷബീറല്ല മുഖം അങ്ങോട്ട് തിരിച്ചു വെച്ചിക്ക.
ഷബീർ ഇഞ്ചാ മറ്റേ പേര് വിളിക്കൂല ഞാൻ നോക്കിക്കോ. അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോൾ ഓർക്കാട്ട് ഏരിയ ആണുള്ളത്. എന്താ കാറ്റ്ലേഡി ഓർക്കാട്ട് ഏരിയ ഉള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരിട്ടോ. ചങ്ങായിൻ്റെ കടയാണ് കാറ്റ്ലേഡി ഡേമാർട്ടിൻ്റെ മുമ്പിൽ അല്ലേ. അമ്മോശൻ്റെ കടേൻ്റെ പേരെന്ന് പറയണോ? സെഹറിൻ്റെ അമ്മോശൻ്റെ കട ഉണ്ട് അങ്ങോട്ട്. എൻ്റെ പേരെന്തിനാ? എലീഷ്. അതാടെ കുറച്ച് അങ്ങോട്ട് പൊരിഞ്ഞ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ്. എനിക്ക് ഇത് ഷെയറുണ്ട് സാറേ? ഇല്ല. ഓർക്കാട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ നാദാപുരത്തേക്ക് പോയി. ഇവിടെ നോമ്പ് വൈബാണ് കേട്ടോ. അൽഫ എന്നതിൻ്റെ പേര് എന്ന് പറഞ്ഞ് അൽഫ കോംപ്ലക്സോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഹലീം കണ്ട്. ഹലീം ഒന്ന് കഴിക്കണമെന്ന് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ. നമ്മളെ ഹൈദരാബാദിലുള്ളതാണല്ലോ ഈ ഹലീം. അപ്പോൾ നമ്മുടെ നാദാപുരത്ത് അത് വരുമ്പോൾ ഒന്ന് കഴിച്ചില്ല മോശമല്ലേ. അപ്പം ഞങ്ങൾ ഒന്ന് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. നല്ല രസമുള്ള സാധനമായിരിക്കും എന്ന് വിചാരിക്കുക ഇൻഷാ അല്ലാഹ്. എത്ര ആൾക്കാരാണല്ലേ ഇവിടെ. നാദാപുരം എന്ന് പറഞ്ഞാൽ വൈബ് തന്നെയാണ് കേട്ടോ. എല്ലാവരും സെറ്റാണ്, ഓടി വരും എന്ത് പരിപാടി ഉണ്ടെങ്കിലും. ഞങ്ങൾ 3 ആളും കൂടി 4 ആളും കൂടി ഒരുത്തൻ ക്യാമറ എടുക്കാമെന്ന്. അപ്പോൾ ഹലീം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നല്ല രസമുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ലൈഫിൽ ഫസ്റ്റായിട്ടാണ് കഴിക്കുന്നത് മട്ടൻ ഹലീമും. ഉഷാറായിക്കേ. ഇങ്ങനെ കഴിക്കുന്നത് വേറൊരു രസം തന്നെയാണ്, എല്ലാവരും കൂടിയിട്ട് അല്ലേ. അപ്പൊ ഗൈസ് നാദാപുരം അൽഫയല്ല സാറേ? അൽഫയിൽ ഏത് വൈബിലേ. എത്ര ആൾക്കാരെ നാദാപുരത്ത് നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആരെയും കാണാൻ പറ്റിക്കില്ല കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാരെല്ലാം കണ്ടല്ലെന്നില്ല. നിങ്ങൾ അൽഫയിൽ വന്ന പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ. അപ്പോൾ എന്തെല്ലോ തിന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ടാണുള്ളത്. ഇപ്പോൾ ഒരു 50-60 കിലോമീറ്റർ ഉണ്ട് പുരയിലെത്താൻ. അതിൻ്റെ ഇടയ്ക്ക് ബാത്റൂം പോകാൻ ഒന്നും നല്ല രസമുണ്ടാവും സാറേ. അപ്പോൾ സാറിൻ്റെ അപ്പോൾ 2 ആളുണ്ട് അപ്പുറത്തേക്ക് പോയിക്ക്. ഓലും കൂടി വന്നിട്ട് നമ്മൾ വിടും. അപ്പോൾ സാറിന് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, ഫുള്ളാ.